Hello friends, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? Life is very simple, but we insist on making it complicated. കൺഫ്യൂഷൻസിൻ്റെ കോട്ടാണ്. അല്ല, നമ്മുടെ ലൈഫ് ഭയങ്കര ഷോർട്ടാണ്. നമ്മൾ എന്തിനാണ് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്? അത് നമ്മൾ സിമ്പിളായി എൻജോയ് ചെയ്ത് ലൈഫ് ജീവിക്കണം അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് വെൻ ടു കൺസൾട്ട് എ ഡോക്ടർ. എപ്പോഴാണ് നമ്മുടെ ഈ പ്രഗ്നൻസി ജേർണിയിൽ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത്? അപ്പോൾ പ്രഗ്നൻസിയുടെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മുടെ പ്രഗ്നൻസിയുടെ കൺഫർമേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യമേ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞ് യൂട്രസിനകത്ത് തന്നെയാണോ ഗ്രോ ചെയ്യുന്നത്, അതുപോലെ ഫീറ്റലിൻ്റെ ഹാർട്ട് റേറ്റ്, കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് ഒക്കെ വന്നു തുടങ്ങിയോ എന്നൊക്കെ ഉള്ളത് കൺഫേം ചെയ്യാൻ പറ്റും. അതുപോലെ ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് ഡെലിവറി ഡേറ്റ് കൺഫേം ചെയ്യാനും ഈ ഫസ്റ്റ് ഡേറ്റിംഗ് സ്കാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞു നമുക്ക് ഓർക്കാനും ഛർദിലൊക്കെ വന്നു തുടങ്ങി. എന്നാൽ ഈ ഛർദിൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് കഴിച്ചാലും കുടിച്ചാലും ഛർദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡോക്ടറിൻ്റെ വൈദ്യസഹായം തന്നെ തേടേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ഡീഹൈഡ്രേറ്റഡ് ആയി നമ്മുടെ ബോഡി വീക്കായാൽ അത് നമ്മുടെ പ്രഗ്നൻസിക്ക് സേഫ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വൊമിറ്റിങ്ങിന് ചെറുക്കാനുള്ള മെഡിക്കേഷൻസും IV ഫ്ലൂയിഡ്സും ഒക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ചില സമയത്ത് ഇടയ്ക്ക് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ സ്പോട്ടിങ്ങോ ബ്രൗണിഷ് ഡിസ്ചാർജോ അങ്ങനെ നമ്മുടെ ഡിസ്ചാർജിൽ എന്തെങ്കിലും കളർ വ്യത്യാസങ്ങൾ വരികയാണ്, അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഡോക്ടറിനെ കാണേണ്ടതായിട്ടുണ്ട്. കാര്യം ചിലർക്ക് പ്ലാസൻ്റയുടെ പൊസിഷനിൽ വേരിയേഷൻ കാണും, പ്ലാസൻ്റ താഴെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലും നമ്മൾ ഉടൻ തന്നെ ഡോക്ടറിനെ കണ്ട് നമ്മുടെ ബേബി സേഫാണ്, നമ്മൾ വേറെ എന്തെങ്കിലും മെഷേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നോർമലി പ്രഗ്നൻസിയിൽ കുറച്ച് വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് കാണപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു. ഇനി അതിൻ്റെ കളറിൽ വല്ല വ്യത്യാസം വരികയാണ്, ഒരുപാട് അളവിൽ വരുവാണ്, ഫൗൾ സ്മെല്ല് വരികയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണണം. എന്താണെന്ന് വെച്ചാൽ അത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ്റെ സൈൻ ആയിരിക്കും. അങ്ങനെ നമുക്ക് വജൈനൽ ഇൻഫെക്ഷൻ വന്നാൽ അത് മുകളിലോട്ട് കയറിയിട്ട് നമുക്ക് പ്രീടേം ലേബർ, പ്രീടേം റപ്ചർ ഓഫ് മെമ്പറൈൻ, അതായത് വെള്ളം നേരത്തെ പൊട്ടിപ്പോവുക, നേരത്തെ പ്രസവിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒരു സ്വാബ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതും നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ വജൈനൽ ഡിസ്ചാർജിൽ നമ്മളൊരു ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പൊട്ടിപ്പോവുക, അതായത് ഇങ്ങനെ യൂറിൻ പോകുന്നത് പോലെ വെള്ളം പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോവുകയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഡോക്ടറിനെ കാണേണ്ടതായിട്ടുണ്ട്. ഇനി കുഞ്ഞിൻ്റെ അനക്കം ഓൾറെഡി ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കുഞ്ഞിൻ്റെ അനക്കം കുറവായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഡോക്ടറിനെ കാണേണ്ടതായിട്ടുണ്ട്. 20 ആഴ്ചയൊക്കെ ആകുമ്പോൾ തൊട്ട് ആദ്യത്തെ അമ്മമാർക്ക് കുഞ്ഞിൻ്റെ അനക്കം അറിഞ്ഞു തുടങ്ങും. അപ്പോൾ മുതൽ നമ്മൾ കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഷുഗറൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ വീട്ടിൽ ഷുഗർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ ലെവലിനേക്കാൾ കൂടുതലായിട്ട് തോന്നുവാണ്, നമ്മൾ ഡയറ്റ് ചെയ്തിട്ടും ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്ത മെഷേഴ്സ് എല്ലാം നമ്മൾ എടുത്തിട്ടും നമുക്ക് ഷുഗർ റീഡിങ്സ് ഹൈ ആയി കാണുവാണെങ്കിൽ നമ്മൾ ഉടനെ ഡോക്ടറിനെ നോട്ടിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുമ്പോൾ അത് നമുക്ക് നോർമലിനേക്കാൾ കൂടുതലായി തോന്നുവാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ട് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ BP-യുടെ ചില സിംറ്റംസ് ആയിട്ടുള്ള തലവേദന, ഈ ഭാഗത്തുണ്ടാകുന്ന വേദന, കാഴ്ച മങ്ങുന്നത് പോലെയുള്ള തോന്നൽ, അങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ ഡോക്ടറെ കാണേണ്ടതായിട്ടും അതുപോലെ തന്നെ നമുക്ക് BP ഒക്കെ നോർമൽ ആണെന്ന് മേക്ക് ഷുവർ ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു, 3rd ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോൾ നമുക്ക് ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടവിട്ട് വയറിങ്ങനെ കട്ടിയാവുക, ഒരു ചെറിയ വേദന പോലെയൊക്കെ തോന്നുക എന്ന് പറയുന്നത്. അതല്ലാതെ നമുക്ക് ഇടവിട്ട അളവുകളിൽ കൃത്യമായിട്ട് ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയൊക്കെ ഇങ്ങനെ കൂടി വരികയാണ്. അതായത് 1 മണിക്കൂറിൽ ഒരു വേദന വന്നത് ഇങ്ങനെ കഴിഞ്ഞു പോകും തോറും എന്ത് ചെയ്യാൻ തുടങ്ങി? വേദന ഇങ്ങനെ കൂടി വരുന്നതായിട്ട് തോന്നുന്നു. 5 മിനിറ്റിൽ വേദന വരുന്നു, 5 മിനിറ്റ് 2 വേദനയാവുന്നു, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയൊക്കെ വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഡോക്ടറിനെ കാണുക. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഡെലിവറിയുടെ സൈനായിട്ട് ആണ് ഈ ഇങ്ങനെ വേദന വരുന്നത്, ലേബർ പെയിൻ ആവാം. അപ്പോൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.